ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ചിക്കൻ പപ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ചിക്കൻ പപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പലഹാരങ്ങളിലൊന്നാണ് പപ്സ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും പപ്സ് എന്ന് കേൾക്കുമ്പോഴേ ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും. ഇതിന്ന് ഞാനല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് കാണാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ? റെഡിയല്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പപ്സാണ്. എല്ലാവർക്കും ഇഷ്ടമായ ഒരു പലഹാരമാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനാവശ്യമായ അതിന് ഫില്ലിങ്ങിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇതൊരു വലിയ സവോളയാണ്, ഒരു അത്യാവശ്യം വലിയൊരു ചെറിയ സവോള അരിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഒത്തിരി ഇഞ്ചി ആയാൽ വേറെ ടേസ്റ്റ് ഉണ്ടാവും, ഒരു ചുവക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും മതി. പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റ്, ഞാനത് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് അതിനെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. പിന്നെ വേണ്ടത് കെച്ചപ്പ്, സോയ് സോസ്, എണ്ണ, കുറച്ച് മുളക് പൊടി വേണം, ഉപ്പ് വേണം, ഇച്ചിരി ചില്ലി പൗഡർ വേണം, ഗരം മസാല വേണം. ഇത്രയും സാധനങ്ങളാണ് ഫില്ലിങ്ങിന് വേണ്ടത്. നമുക്കിനി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റാം. സവോള വഴറ്റുമ്പം വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി ഇട്ടരുത്, നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് വേവിച്ച് വെച്ചപ്പം ഇട്ടിട്ടുണ്ട് ഉപ്പ്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് വഴണ്ട, നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി നമുക്കൊന്ന് കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ സവോള ഇപ്പം ഏകദേശം ഒന്ന് വഴണ്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, തീ കുറച്ച് വെക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി അങ്ങ് സവോള നമുക്കങ്ങ് വഴണ്ടി കിട്ടണ്ട കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ടിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഇനി ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ചിടാം. ഞാനിത് ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. കുരുമുളക് പൊടി ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിച്ചപ്പം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവ് വേണ്ടിയവർക്ക് ഇതൊരു 1/2 ടീസ്പൂൺ വരെ ആകാം കേട്ടോ, കുഴപ്പമില്ല. ഇപ്പോൾ ഈ നമ്മളിട്ട മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ ശരിക്കും ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ നമ്മുടെ ഈ ഫില്ലിങ് ഒരു പെരണ്ട രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് പപ്സിനകത്ത് വെക്കാൻ. സോ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ കെച്ചപ്പ് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിനെ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പരുവത്തിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ് കിട്ടണം. ഒരു പെരണ്ട രൂപത്തിൽ കിട്ടണം. സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇടാവുന്നതാണ്. എൻ്റെ ഇതിനെല്ലാം ഇപ്പോൾ പരുവത്തിനാണ്. ഉപ്പുണ്ട്. കുറച്ച് സോയ സോസും കൂടെ കെച്ചപ്പ് കൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്കിപ്പം പഫ്സിനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്ട്രി ഷീറ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് അവനിൽ പഫ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പഫ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഒരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഈ ട്രേയിലൊന്നും നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പേസ്ട്രി ഷീറ്റാണ്. നമുക്ക് പേസ്ട്രി ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ വീട്ടിൽ തന്നെ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് പേസ്ട്രി ഷീറ്റാണ്. ഇനി നമ്മളതെങ്ങനെ കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. സോ നമുക്ക് ഈ ഷീറ്റ് ഒരു ഷീറ്റ് നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് അതിനെ നമുക്ക് രണ്ടാക്കും. അങ്ങനെ 2 പീസാക്കുന്നു. പിന്നെ ഇതിനെ നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്യുന്നു. ഈ ഒരു ഷീറ്റിനെ നമ്മൾ രണ്ടാക്കുന്നു. ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. സോ ആ ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ട്രേയിൽ അല്പം വെജിറ്റബിൾ ഓയിൽ സ്പ്രേ ചെയ്യുവാണ്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്നത് കൺവെക്ഷൻ ബേക്ക് 350 ഡിഗ്രി ഫോർ 35 മിനിറ്റ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഫില്ലിങ്സ് എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഷീറ്റ് എടുത്തു. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പാറ്റി ഇതിലേക്ക് വെക്കുന്നു. നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണോ അത്ര ചിക്കൻ വെക്കാം. ഒത്തിരി എന്നിട്ട് ഈ ഷീറ്റ് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുന്നു. എന്നിട്ട് ഒരു ഫോർക്ക് നമ്മളെടുത്തിട്ട് ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഫില്ല് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഒരെണ്ണമായി. ഇനി നമ്മൾ അടുത്തത് ഇങ്ങനെ എടുക്കുന്നു. സെയിം പ്രോസസ്സ് ചെയ്യാം. സോ നമ്മൾ പഫ്സ് എല്ലാം വേണം ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എഗ് വാഷ്. നമ്മളിതിനെ ഒന്ന് എഗ് വാഷ് ചെയ്യുക. ചിലർ ഇതിൻ്റെ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷെ ഞാൻ മുട്ടയുടെ വെള്ളയും യെല്ലോയും എടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ എല്ലായിടവും ഒന്ന് വാഷ് ചെയ്യുക. അങ്ങനെ ഈ നമ്മൾ എഗ് വാഷ് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, പഫി, നല്ല ക്രിസ്പി ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ്. സോ നമ്മളിത് എഗ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ എഗ് വാഷ് ചെയ്താൽ മതി. ഇതിൻ്റെ മേൽഭാഗം എല്ലാ സൈഡും ഒന്ന് ഫില്ല് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞല്ലോ കൺവെക്ഷൻ ബേക്കിൽ 350 ഡിഗ്രി ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് അവനിലേക്ക് വെക്കുക. ഈ ബേക്കിംഗ് ഷീറ്റിനകത്ത് വെച്ചാൽ മതി. ഞാനിപ്പം ഈ ട്രേ വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ കുക്കിംഗ് ടൈം 35 മിനിറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത്.
30 to 35 മിനിറ്റ്സ് മതിയാവും. ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ അവനനുസരിച്ചിരിക്കും. സോ 35 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊരു അടിപൊളി പഫ്സ് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കിഡിലം പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് നോക്കാം എങ്ങനെയായിരിക്കുന്നതെന്ന്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നല്ല കിഡിലൻ പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.